കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ മറ്റൊരു ജീവനക്കാരന് പങ്കുണ്ടെന്ന് പിടിയിലായ അനിൽകുമാറിന്റെ മൊഴി. ലേബർ റൂമിൽ നിന്ന് അപേക്ഷ ഫോം വാങ്ങിയത് ശിവൻ എന്ന ജീവനക്കാരൻ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്കെന്ന് പറഞ്ഞാണ് ഫോം വാങ്ങിയതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, ഈ കളമശ്ശേരി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയായ അനിൽകുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച്, അതായത് ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷാ ഫോമും ഈ ആശുപത്രിയിലെ ശിവൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരനാണ് ഈ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി ഈ ഫോം വാങ്ങിയത്. ഫോം സൂപ്രണ്ട് ഓഫീസിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ലേബർ റൂമിൽ നിന്ന് ഇത് വാങ്ങിയതെന്നാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയാണ് കേരള വിഷൻ ന്യൂസിന്റെ പക്കൽ ഇപ്പോൾ ഉള്ളത്. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം, അനിൽകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ രീതിയിൽ ആശുപത്രിയിലെ ചില ജീവനക്കാർക്കും ഈ പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇന്നലെ അനിൽകുമാർ മൊഴി നൽകിയിരുന്നത്. ആശുപത്രിയിലെ ചില ജീവനക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും അവർക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ ഇന്നലെ തന്നെ അനിൽകുമാർ മൊഴി നൽകിയിരുന്നു. ആ മാധ്യമപ്രവർത്തകരോട് അനിൽകുമാർ പറഞ്ഞത് ഡോക്ടർമാർക്കും പങ്കുണ്ടെന്നാണ്. എന്നാൽ പോലീസിനോട് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്ന് പറയുന്നത് ആശുപത്രിയിലെ ശിവൻ എന്ന് പറയുന്ന ജീവനക്കാരനെ മാത്രമാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. മറ്റാരെയും തന്നെയും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. കാരണം അതോടൊപ്പം തന്നെ അനിൽകുമാർ ഒളിവിലായിരുന്നപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരെ അനിൽകുമാർ ഒരു വലിയ വിവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സൂപ്രണ്ടിന് ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി താൻ കള്ളം പറഞ്ഞതാണെന്നും അനിൽകുമാർ പോലീസിന് മൊഴി നൽകിയതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി അനിൽകുമാറിന്റെ മൊഴിയായിട്ട് ഇതിനെ കണക്കാക്കാമോ? അൻസല, ഒരിക്കലും രക്ഷപ്പെടാനുള്ള ഒരു ഇതായി കണക്കാക്കാൻ കഴിയില്ല. ഇത് പോലീസിന്റെ FIRന്റെ റിപ്പോർട്ടാണ്. ആ FIR റിപ്പോർട്ടിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാവുന്ന തരത്തിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അനിൽകുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയാണ്. അപ്പോൾ നേരത്തെ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി സൂപ്രണ്ടിനെതിരെ കളവ് പറഞ്ഞതെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. പക്ഷേ അത് അല്ലാതെയാണ് പറഞ്ഞത്. അത് ഈ റിപ്പോർട്ടിനകത്തുമുണ്ട്. സൂപ്രണ്ടിനെതിരെ പറഞ്ഞത് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാരണങ്ങൾ കൊണ്ടാണ് സൂപ്രണ്ടിനെതിരെ പറഞ്ഞത്. പക്ഷേ ഈ മൊഴി, അതായത് ഇപ്പോൾ ഈ ശിവൻ എന്ന് പറയുന്ന ജീവനക്കാരന് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. കാരണം അതാണ് റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമായി തന്നെ പറയുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി തന്നെ അത് പറയുന്നുണ്ട്. ശിവൻ എന്ന് പറയുന്ന ആശുപത്രിയിലെ ജീവനക്കാരൻ ഈ പ്രസവ വാർഡിൽ നിന്നും, അതായത് പ്രസവ വാർഡിൽ നിന്നും സൂപ്രണ്ടിന്റെ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോം അനിൽകുമാറിന്റെ പക്കൽ നിന്നും വാങ്ങിയത് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ തിങ്കളാഴ്ചയാണ് അനിൽകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകുന്നത്. തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണം. കാരണം ഇപ്പോൾ ഈ കോടതിയിൽ ഇന്നലെ സമർപ്പിച്ചപ്പോൾ ഉള്ള റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അൻസില, അതോടൊപ്പം തന്നെ കേസിലെ മറ്റൊരു പ്രതിയായ രഹനിയുടെ പങ്കിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന റിമാൻഡ് റിപ്പോർട്ടിലില്ലേ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? അൻസില, ഇതിപ്പോൾ അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് അല്ല, അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് നമുക്ക് കൈവശമുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ പിടികൂടാനുണ്ട്. ഈ പ്രതികളെല്ലാം പിടികൂടിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. അൻസില, വ്യക്തമാണ് അജി. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ മറ്റൊരു ജീവനക്കാരനും പങ്കുണ്ടെന്ന് പിടിയിലായ അനിൽകുമാറിന്റെ മൊഴി. ലേബർ റൂമിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങിയത് ശിവൻ എന്ന ജീവനക്കാരൻ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്കെന്ന് പറഞ്ഞാണ് ഫോം വാങ്ങിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോനാണ്.